അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ പ്രതാപ, എന്നാലുമേ എനിക്കിപ്പോ വല്ലാത്തൊരാദി പോലെ ഒരു ഭയം. ഇങ്ങോട്ട് വരാൻ ഇവിടെ കൊണ്ടും പ്രതാപനും അയാളുടെ അമ്മയും പഠിച്ചില്ലെങ്കിൽ. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിലെ ഇട്ടിവെട്ട് രംഗങ്ങൾ. അതേ കൂട്ടുകാരെ, നമ്മുടെ മഹാലക്ഷ്മി പ്രതികാരത്താൽ ആളി കത്തുകയാണ്. അമ്മേനെ ഇങ്ങനെ തല്ലി ചതച്ചു എന്ന് കേട്ടപ്പോൾ മുതലും നമ്മുടെ മഹാലക്ഷ്മിക്ക് അങ്ങോട്ട് സഹിക്കാനേ പറ്റുന്നില്ല. മഹാലക്ഷ്മി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്ത എന്റെ രണ്ടാനച്ഛന് ഞാൻ പണി കൊടുത്തിരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി ഇതൊക്കെ കണ്ണനോടും നമ്മുടെ അനന്തുവിനോടും പോയി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവർ വേഗം തന്നെ പോലീസിൽ കേസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിക്ക് ആകപ്പാടെ ഒരു പേടി. മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, എനിക്കൊരു പേടി തോന്നുന്നടാ, ഇനി എന്തൊക്കെയാകും വരാൻ പോകുന്നത്, നമ്മൾ ചെയ്തത് ഇത്തിരി കടുത്തു പോയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കൃത്യമായിട്ട് നമ്മുടെ പോലീസ് വരുന്നുണ്ട്. പോലീസ് വന്നിട്ട് ഇവരെ ആദ്യം പ്രതാപനെ പിടിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഓടി അടുക്കള വഴിയൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. കുറച്ച് വനിതാ പോലീസുകാർ വന്ന് നമ്മുടെ മുത്തശ്ശിനെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കിടുക്കാച്ച നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അപ്പുറത്തെ കണ്ണം പറയുന്നുണ്ട്, ഇനിയും അവര് പഠിച്ചില്ലെങ്കിൽ അടുത്ത നല്ല മുട്ടം പണി ഞാൻ കൊടുത്തോളാം എന്ന് നമ്മുടെ കണ്ണം പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനിലിട്ട് നല്ല ഇടിയും ചതവൊക്കെ കിട്ടുമ്പോഴെങ്കിലും നമ്മുടെ പ്രതാപം പഠിക്കുമായിരിക്കും. അങ്ങനെ ശത്രുക്കൾക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇരുട്ടടി കിട്ടുന്ന ഒരു കിടിലൻ നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.